ലീവായിട്ട് പുറത്ത് കിടക്കാനും പറ്റില്ല. ലീവാന്നും പറഞ്ഞോണ്ട് രാവിലെ എഴുന്നേക്കണ്ടായോ? നീയേ എണീറ്റ് പോയി നിന്റെ കൊറേ അലക്കാൻ കിടപ്പുണ്ട് തുണി, അതുകൊണ്ട് അലക്കിയിട്. ഓ അലക്ക ചേട്ടാ, അലക്കിടുമ്പോ എന്റെ തുണി ഇങ്ങനെ അലക്കിയിടണേ. ഉറക്കല്ലായിരുന്നാ? അങ്ങോട്ട് എഴുന്നേക്ക്, അങ്ങോട്ട് എഴുന്നേറ്റാ വാറു, എഴുന്നേക്ക് അങ്ങോട്ട്. എന്താണിത്? നല്ല സുഖം പിടിച്ച് വരുമായിരുന്നു. ഒരു കാര്യം ചെയ്യും, അമ്മമ്മയും കൂടി ഇവിടാന്ന് കിടക്ക്. പിന്നെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ഫോൺ എടുത്ത് കൈവച്ചോണം. പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല. പണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ കൈ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പിടിക്കും. എന്നിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഫോണിലാ പ്രാർത്ഥന. ഞാൻ ഇപ്പൊ അതേപോലെ മറ്റേ ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ എടുത്തത്. എന്തരമ്മ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. പുതിയ പുതിയ മാറ്റങ്ങൾ, കാലത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ അനുകൂലിക്കണം. നിനക്കേ നല്ല മാറ്റമുണ്ട്, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് അങ്ങോട്ട് വന്നേ. ഓ എണീ ചേട്ടാ, ഇനി എണ്ണീച്ച് പോവാ. ഇനി കിടന്നാലേ അമ്മ എടുത്തിട്ട് അലക്കും. പറഞ്ഞാലും കാര്യമുണ്ട്. രണ്ടാഴ്ച പോവല്ലേ? 5 മിനിറ്റ് കിടക്കുന്നില്ല, ഒരു കാര്യമില്ലായിരുന്നു. ഒരുത്തും വീണ് എന്നാ സഹായിക്കാം. എവളെയാണല്ലോ ഇത്ര നേരം കെട്ടിപ്പിടിച്ച് കിടന്ന്. ഏച്ചി പോടി. ശരിയാവൂല. എങ്ങോട്ട് വരണ? ഈ പുതപ്പിനെ ആര് മടക്കി വെക്കും? ചേട്ടനും മടക്കി വെക്കും. എന്തോ ചേട്ടൻ മടക്കി വെക്കുമെന്ന് നോക്കിയിരിക്കും. മടക്കി വെച്ചിട്ട് വാ അങ്ങോട്ട്. ചേട്ടൻ മടക്കി വെക്ക്. നീ മടക്കി വേടി, നീ മടക്കി വെച്ചാ മതി. അവിടെ കിടക്കട്ടെ. ചേട്ടാ, എനിക്ക് ഉറക്കം മതിയായില്ല. എനിക്കും മതിയായി. ചേട്ടാ, നമുക്ക് പിന്നെയും പോയി കിടന്നുറങ്ങിയാലോ? അമ്മൂമ്മ ഏറെ കയറ്റും, നിനക്കത് വേണം? വേണ്ട. എന്നാ പിന്നെ എനിക്ക് ചായ ഇട്ടുണ്ടോ? ചായ ആണേ പോയി കുടിയടി പാടി. അതിപ്പോഴാണ് എണ്ണീച്ചേ? நான் காலையிலே எந்திரிச்சேன். கௌரி ரூம்ல துணியெல்லாம் மடிச்சிட்டு இருந்தேன். நீங்க இப்பதான் எந்திரிச்சிங்களா? അമ്മമ്മ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആന്റി. എന്നിട്ട് കേശേട്ടന് രാവിലെ എണ്ണീച്ച് കൈ നോക്കി പറയാനുള്ള മന്ത്രം വരെ പറഞ്ഞു കൊടുത്തു.